കഥ ചൊല്ലട്ടുമാ. കേരളത്തിലെ ഒരു മനോഹരമായ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ കഥാനായികയ്ക്ക് ചെറുപ്പം മുതലേ ഇഷ്ടം കഥകളോടും കലയോടും അതിൻ്റെ നിറക്കൂട്ടുകളോടുമായിരുന്നു. അതിനേക്കാളേറെ ഏതോ ഒരു സ്വപ്നത്തിൽ മനസ്സിൽ കയറിക്കൂടിയ ഒരു മായ കണ്ണാടിയും. ചെറുപ്പത്തിൽ ഗന്ധർവനെ കാണാൻ പാലമരമില്ലാത്തതുകൊണ്ട് പ്ലാവിന്റെ മണ്ടയ്ക്ക് ദിവസങ്ങളോളം നോക്കിയിരുന്ന് നിരാശയാകുമ്പോഴും ഗുണന പട്ടിക തെറ്റിക്കുമ്പോൾ കണക്കു സാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചൂരൽ കൊണ്ട് അടിച്ചു തൻ്റെ മനസ്സും ശരീരവും വേദനിപ്പിക്കുമ്പോഴും അവൾ ആ കണ്ണാടിയിൽ കാണാൻ ആഗ്രഹിച്ചത് തൻ്റെ വിടർന്ന് പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. കാലം കടന്നുപോയി. അവൾ പല പല കണ്ണാടികൾ പരീക്ഷിച്ചു. ഒരു കണ്ണാടിക്കാരനെ കൂട്ടുകാരനാക്കി. എന്നിട്ടും ആ മായ കണ്ണാടിയുടെ അന്വേഷണം തുടർന്നു. അങ്ങനെയിരിക്കെ അവൾ ഛായാമുഖി എന്ന പുസ്തകം വായിക്കാനിടയായി. അത് വായിച്ചപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. പണ്ടു മുതൽക്കേ കലയോട് താല്പര്യമുള്ള അവൾ ആ കഥ ഒരു കലാരൂപമായി കാണാൻ ആഗ്രഹിച്ചു. ഒരു നല്ല ആശയം കിട്ടാനായി പല രാത്രികൾ അവൾ കൂലങ്കഷമായി തല പുകഞ്ഞാലോചിച്ചു. സാത്താന്റെ മടയിൽ വരെ ചെന്നു. പിന്നീടവൾ നല്ല കുറെ സുഹൃത്തുക്കളോടൊപ്പം ലോകത്തെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു കഥാ നാടകം തന്നെ ചിട്ടപ്പെടുത്തി. ആ അനുഭവം അവളെ ആനന്ദഭരിതയാക്കി. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ആളും ഓരോ അനുഭവങ്ങളും ഓരോ കണ്ണാടി തന്നെ. ഓരോരോ മായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചു മടങ്ങുന്ന മായ കണ്ണാടി. ശരിക്കും ആ മായ കണ്ണാടിയിൽ കാണേണ്ടത് നമ്മളെ തന്നെയല്ലേ? നമ്മളെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഓരോ കണ്ണാടിയെ ഛായാമുഖി എന്ന് വിളിക്കാം അല്ലേ?